എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ലിബർട്ടി മൗണ്ടൻ റിസോർട്ടിലാണ്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്നതും അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇവിടുത്തെ രാവിലെ തുടങ്ങിയുള്ള വിശേഷങ്ങളും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ. നല്ല അടിപൊളി റിസോർട്ടാണ്. പക്ഷേ എന്താ പറയുക, ഭയങ്കര തണുപ്പാണ്. ഇന്നലെ രാത്രി എന്താണ് -4 വരെ വന്ന്. അത് കാരണം കൂടുതലായിട്ട് നമുക്കിവിടെ ഓടി കിടന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റൂല. അല്ലെങ്കിൽ എല്ലാം നമുക്ക് ഇങ്ങനെ ഓടി കിടന്ന് വീഡിയോ എടുക്കാമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കാരണം ഒരു കാട് പോലെ ഇങ്ങനെ ഫുള്ളും മലകളും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചുറ്റിനും. ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തായിട്ടാണ് റിസോർട്ട് വന്നത്. അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ ഇത് നോക്കിക്കണ്ടേ, ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ മഞ്ഞൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഞ്ഞ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. -2 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. രാവിലെ ഇന്നലെയൊക്കെ -4 ആയിരുന്നു. ഇപ്പോൾ പതുക്കെ -2, 3 അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ അതിങ്ങനെ മഞ്ഞായി മാറിക്കൊണ്ടിരിക്കുക. വലിയൊരു സംഭവമാണ്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം കേട്ടോ, ഞാൻ കാണിച്ചു തരാം അതൊക്കെ. അപ്പോൾ നമുക്ക് വേഗം തന്നെ രാവിലെ തുടങ്ങിയുള്ള ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണതും പിന്നെ അല്ലാതെ കുറേ ഇങ്ങനെ കാഴ്ചകളൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ തുടങ്ങി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ അതേ നമ്മുടെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നേ. അപ്പോൾ അതേ അവിടെ ഇങ്ങനെ മഞ്ഞുണ്ടാക്കണ ഒരു കാഴ്ച, ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് കേട്ടാണ് നമ്മൾ എഴുന്നേറ്റത് തന്നെ. ഫുള്ളിങ്ങനെ പുക പോലെയൊക്കെ കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടെയൊക്കെ പോയി ഒന്ന് നോക്കാം. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല തണുപ്പാണ്. -4 കാണിക്കണമെങ്കിലും -8 ആണെന്നാണ് പറയണേ. റിസോർട്ടിൽ വന്നതിന് ശേഷം ജാക്കറ്റ് ഇടാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട്. നമ്മളിപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി പോയില്ലേ, അതേ ബിൽഡിങ്ങിൽ തന്നെയാണ് കേട്ടോ. പക്ഷേങ്കിൽ ആ റെസ്റ്റോറൻ്റ് അല്ല, ഇത് വേറെ ഏരിയയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ ദുഃഖിക്കുന്ന ഒരു വിവരം അറിഞ്ഞത്. ഇവിടെ ഒരു സാധനവും ഇല്ല ബ്രേക്ക്ഫാസ്റ്റായിട്ട്. ഇതേ ആകെ ഒരു ചായയും പിന്നെ കോഫിയും ഉണ്ട്. പിന്നെ അതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കലാണ് ഭേദം. ഇവിടത്തെ ചായക്കായാലും കോഫിക്കായാലും ഭയങ്കര ഒരു കയ്പ്പ് രസമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ആ ഒരു ടേസ്റ്റ് ഇല്ല എങ്കിൽ പോലും നമുക്ക് പിന്നെ അതൊന്നും വിചാരിച്ച് അങ്ങനെ അത് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ആ കുപ്പിയിൽ കണ്ടില്ല. അപ്പോൾ അത് മിക്സ് ചെയ്താണ് ഇവർ ചായയൊക്കെ റെഡിയാക്കണത്. നമ്മളപ്പോൾ അതേ അവിടെ ഇരുന്നു. ഇവിടെ ഒരു മനുഷ്യനേ ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് റിസോർട്ടിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. വേറെ ഒരു ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അതേ ഇത് ജ്യൂസാണ്, പല ടൈപ്പ് ജ്യൂസ്. പിന്നെ രാവിലെ തന്നെ തണുത്തത് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. പോരാത്തതിന് നല്ല തണുപ്പുമാണല്ലോ. അപ്പോൾ ചൂടായിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതെല്ലാം നല്ലത്. അപ്പോൾ ഞാൻ ചായ ഉണ്ടോ കുടിക്കണത്. ഇത് കണ്ടില്ലേ, ആകെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട്. സാധാരണ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ, ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ബ്രെഡാ എന്തെങ്കിലുമൊക്കെ കാണുന്നതാണ്. പക്ഷേ ഇവിടെ ഒന്നുമില്ല, ആകെ ഒരു ചായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പുറം വേറെ റെസ്റ്റോറൻ്റ് ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി പോയില്ല. അവിടെ വേണമെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് ഫുഡ് കഴിക്കാം. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫുഡാണ്. അതുകൊണ്ട് പിന്നെ നമ്മളത് ട്രൈ ചെയ്തില്ല. ഇനിയിപ്പോൾ പുറത്ത് പോയി വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിതേ കഴിഞ്ഞ ദിവസം രാത്രി ഇരുന്ന ആ ഒരു സ്ഥലമാണ് കാണുന്നത്. ഇപ്പോഴും അവിടെ ഇങ്ങനെ ക്യാമ്പ് ഫയർ പോലെയൊക്കെ കാണുന്നുണ്ട്. അത് ഇങ്ങനെ വിറക് വെച്ച് കത്തിക്കണമെന്നല്ല കേട്ടോ, അതിങ്ങനെ എന്തോ മെഷീനിൽ ഇങ്ങനെ ചെയ്യണം. അതാണ് ഇങ്ങനെ ഫുൾ ടൈം അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ അതേ പൂളിൻ്റെ ഭാഗത്താണ് വന്നേക്കണത്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ പോരാ, ഒരു രക്ഷയില്ല കേട്ടോ. പിള്ളേർക്ക് പിന്നെ ഒന്നും ഒരു കാര്യമേ അല്ല. പിള്ളേർ പൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവർ ചൂടുവെള്ളത്തിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇതിൽ ഇറങ്ങിയിട്ട് ഇനി തണുത്ത വെള്ളത്തിൽ ഇറങ്ങാമെന്നും പറഞ്ഞാൽ അങ്ങനെ എന്നെ കുറേ വിളിച്ചായിരുന്നു ഇറങ്ങുന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഒട്ടും പറ്റണുണ്ടായിരുന്നില്ല. ഈ തണുപ്പത്തെ എങ്ങനെ ഇറങ്ങാനാണ്, ഒട്ടും പറ്റൂല. എത്ര ചൂടുള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങാനൊന്നും നിന്നില്ല. പിന്നെ വേറെ ആരെയും അങ്ങനെ കണ്ടില്ല കേട്ടോ. വേറൊരു കപ്പിൾ ഉണ്ടായിരുന്നു, ഇത്തിരി പ്രായം ചെന്നാൽ. പക്ഷേ അവരെ ഞാൻ അങ്ങനെ വീഡിയോയിലൊന്നും അങ്ങനെ കാണിച്ചൊന്നുമില്ല. പിള്ളേരങ്ങനെ കുറേ നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചാഞ്ഞും ചരിഞ്ഞൊക്കെ വെള്ളത്തിൽ കുറേ നേരം കളിച്ചതേ തണുത്ത വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ പാത്തൂന് അധികം നേരം തണുത്ത വെള്ളത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. റാസ് പിന്നെയും കുറേ നേരമൊക്കെ അങ്ങനെ തണുത്ത വെള്ളത്തിൽ നിന്ന് കളിച്ച് അതിന് ശേഷമാണ് പിന്നെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. പിള്ളേർക്ക് ഇതൊക്കെയാണല്ലോ ഒരു രസം.
ഈ പൂളിനോട് ചേർന്ന് തന്നെ പുറത്തേക്ക് ഒരു വാതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡായിട്ട് നല്ലൊരു അടിപൊളി സീനറിയാണ്. അപ്പം നമുക്ക് പിന്നീട് ഇതൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ പിള്ളേരവിടെ പൂളിൽ കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആ നേരം കൊണ്ട് ഇതൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച്. നല്ല ഭംഗിയുണ്ടേ കാണാനായിട്ട്. വലിയൊരു എന്താ പറയുക, കാടാണ് കേട്ടോ ആ കാണുന്നത്. കുഞ്ഞു ലേക്കും ഫുള്ള് ഇങ്ങനെ പുൽമേടുകളൊക്കെയാണ്. എന്ത് ഭംഗിയാണെന്ന് അറിഞ്ഞാൽ കാണാനായിട്ട്. ഈ പച്ചപ്പുള്ള ടൈമിലൊക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടി രസമായിരിക്കും കാണാൻ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ വന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡ്. ആ പൂള് താഴത്തെ ഫ്ലോറിലായിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിള്ളേർ പൂളിൽ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ അതേ പോവുകയാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ ടൂറിസ്റ്റ് ബുക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ എടുക്കാം, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് വായിക്കാം. പിന്നെ റിസോർട്ടിൻ്റെ പല പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനത്തെ വെൻഡിങ് മെഷീനുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ, അമേരിക്കയിൽ എവിടെ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനത്തെ വെൻഡിങ് മെഷീനുകൾ. ഇത് ജിമ്മ് റൂമാണ്. അപ്പം ഞാൻ ആ ഫ്ലോറിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ ജസ്റ്റ് കണ്ടതൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു ഫ്ലോറ് കാണാൻ. ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, പിക്ചേഴ്സൊക്കെ ഇങ്ങനെ വച്ചിട്ടേ നല്ല നല്ല പെയിൻറ്റുകൾ. അപ്പം അങ്ങനെ അതൊക്കെ കണ്ടായിരുന്നു. നമ്മൾ ഇനിയിപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. നിങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടില്ലേ, പൂളിൽ ഇറങ്ങിയതും. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതേ നമുക്ക് ഇനിയിപ്പം ഇവിടെ ഇറങ്ങി ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറങ്ങി ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായി. നമുക്കൊന്ന് ജസ്റ്റ് ആ മഞ്ഞിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. എന്നിട്ട് അതിന് ശേഷം ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ചുറ്റുപാടൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല മഞ്ഞാണ്. മഞ്ഞെന്ന് പറഞ്ഞാൽ മഞ്ഞല്ല, പക്ഷേ തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത തണുപ്പ്. ഞാനിപ്പോൾ ജാക്കറ്റൊക്കെ എടുത്ത് വച്ചേക്കാണ്. ജാക്കറ്റും പിന്നെ കയ്യോറയും എല്ലാം വേണം, അല്ലാതെ ഒരു രക്ഷയില്ലാട്ടാ. എനിക്ക് തണുപ്പ് പറ്റണേ ഇല്ല. പൂളിലാണ് കാരണം ഞാൻ ഇറങ്ങായിരുന്നത്. പിള്ളേരൊക്കെ പൂളിൽ ഇറങ്ങി, പക്ഷെ ചൂടുവെള്ളത്തിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ തണുപ്പടിച്ചിട്ടേ ഇറങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു മടി. അപ്പം പിന്നെ നമുക്ക് ഇറങ്ങാം കേട്ടോ. ഈ റിസോർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിലേ ഓരോ കാലാവസ്ഥ അനുസരിച്ചാണ് ഇവിടുത്തെ അട്രാക്ഷൻസൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ തണുപ്പും മഞ്ഞൊക്കെ ആകുമ്പോഴത്തേനും ഇവർ ഏറ്റവും കൂടുതൽ ചെയ്യണത് ഈ ഐസ് സ്കേറ്റിംഗ് ഒക്കെയാണ്. നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, ആ ഒരു മഞ്ഞിൽ ആണ് അവരങ്ങനെയൊക്കെ ചെയ്യണത്. നമ്മളിപ്പോൾ ഈ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് വന്നേക്കണത്. അവിടെ കണ്ട ഒരു മരമാണ് കേട്ടോ ഇത്. ഇവിടെ നിറച്ച് ഇങ്ങനെ ചുമന്ന കളറിലുള്ള ഇങ്ങനെ കുരു പോലെ നല്ല രസമുണ്ടായിരുന്നു അതിങ്ങനെ ഉണ്ടായി കിടക്കണ കാണാനായിട്ട്. എന്ത് മരമാണെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ നേരത്തെ പൂളിൻ്റെ ബാക്ക് സൈഡിൽ വന്നില്ലേ, അപ്പോൾ ആ ഭാഗത്ത് തന്നെയാണ്. ഇപ്പം നമുക്ക് ഒന്ന് കുറച്ച് നേരം നടക്കാമെന്നൊക്കെ വിചാരിച്ച കാര്യം. തണുപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇവിടം വരെ വന്നിട്ട് ഇതൊക്കെ എങ്ങനെയാണ് കാണാതെ പോകും. അടിപൊളി സീനറിയാണ്. മൊത്തം ഇങ്ങനെ പച്ച കളറിൽ ഇങ്ങനെ പുല്ല് പിടിപ്പിച്ചേക്കണേണ്. പിന്നെ ആ ലേക്കും. അപ്പോൾ നമുക്ക് ആ ലേക്കിൻ്റെ അവിടം വരെയൊക്കെ ഇങ്ങനെ നടക്കാനുള്ള സൗകര്യമൊക്കെ ഇങ്ങനെ റിസോർട്ടിലുള്ളവർ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ഇത് ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. ആ കാണുന്നതൊക്കെ ഇങ്ങനെ ഓരോരോ കോട്ടേജുകളൊക്കെ ഇങ്ങനെ പോലെയാണ്. പിന്നെ അതുപോലെ റെസ്റ്റോറൻറ്റുകൾ, വേറെ കഫേകളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാം ഒന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒന്നാമത്തെ കേസ് ഞാൻ പറഞ്ഞ പോലെ തണുപ്പത്ത് എല്ലാം ഓടി കിടന്ന് കാണിക്കാനൊന്നും പറ്റൂല. പിന്നെ ഇവിടെ ഒരുപാട് ഗെയിംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ഇങ്ങനെ ഓരോരോ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ അവരിങ്ങനെ ആക്കി വെച്ചേക്കണത്. കുറച്ച് നേരമൊക്കെ ഞങ്ങളിവിടെ നടന്നായിരുന്നു കേട്ടോ. ആ ലേക്ക് വരെയൊക്കെ പോകണം. അവിടെ പോയി ഫോട്ടോസ് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വയ്യായി, തണുപ്പായതുകൊണ്ട് ഇതിൽ കൂടുതലൊന്നും നടക്കാൻ പറ്റണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം പിന്നെ പകുതി വരെയൊക്കെ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതുപോലെ തന്നെ ഈ തണുപ്പില്ലാത്ത സമയങ്ങളിലും ഇവിടെ വേറെ ടൈപ്പ് ഗെയിംസുകളൊക്കെയാണ്. അതൊക്കെയാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ട ആ ഓരോന്നിനും ഇങ്ങനെ തിരിച്ചിട്ടേക്കണത്. പിന്നെ ഇവിടെ ഒരുപാട് വെഡ്ഡിങ് റിസപ്ഷൻസും ഒക്കെ നടക്കുന്ന ഒരു റിസോർട്ട് തന്നെയാണ്. എപ്പോഴും ഇവിടെ ഇങ്ങനെ ഭയങ്കര ഒരു ഇതായിരിക്കും കേട്ടോ, തിരക്കും കാര്യമായിരിക്കും ഏത് സീസണിലും. ഇതേ കണ്ടില്ലേ, ഈ തണുപ്പില്ലാത്ത സമയത്തൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാം. പിന്നെ അതുപോലെ ക്യാമ്പ് ഫയർ, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ആ മഞ്ഞിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണേ പോണത്. ഈ ഭാഗത്തേക്ക് നമ്മൾ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ കണ്ടില്ലേ, ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഒരു മെഷീൻ വെച്ചിട്ട് അവരിങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യണതാണ് ഈ കാണുന്നത്. അപ്പോൾ തണുപ്പ് കൂടുന്നതനുസരിച്ചിട്ട് അതിങ്ങനെ വെള്ളം ഇങ്ങനെ മഞ്ഞായിട്ട് വീഴും. എന്താ അല്ലേ, അടിപൊളി കാഴ്ച. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. നമ്മൾ മഞ്ഞ് വീണ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മഞ്ഞ് ഉണ്ടാക്കി എടുക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്.
അപ്പോൾ ഈ കാണുന്ന ഈ മലയില്ലേ, ഇത് മൊത്തം അവരിങ്ങനെ മഞ്ഞ് ഇങ്ങനെ ആക്കിയെടുക്കും. എന്നിട്ടാണ് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഐസ് സ്കേറ്റിങ്ങും അങ്ങനത്തെ ആ ഒരു ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ നടക്കുന്നത്. ഇവിടെ അതിനെ പരിശീലിപ്പിക്കണ പ്രത്യേക ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരും. ഞാൻ അതിൻ്റെ കുറച്ച് ക്ലിപ്പേഴ്സൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇവിടുത്തെ ആ തിരക്കും കാര്യങ്ങളും ഒക്കെ ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ. ഫുള്ള് ഇങ്ങനെ മഞ്ഞൊക്കെ ആയിട്ട്. പിന്നെ ഇതുപോലത്തെ ഇങ്ങനെ സ്കൈ ഡ്രൈവ് പോലത്തെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഇത് കണ്ടില്ലേ, സ്കേറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ചെന്ന സമയത്ത് എന്തായാലും അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ എന്തായാലും ഞങ്ങൾ കയറാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കിത് കണ്ടിട്ട് തന്നെ പേടിയായിട്ട് വയ്യ. ഇതിലൊക്കെ കയറി വല്ല അലച്ചും കെട്ടി വീഴുമെന്ന് തന്നെ ഒരു പേടിയായിട്ട് വയ്യ. അപ്പം നമ്മൾ വെറുതെ അവിടെയൊക്കെ നിന്നിങ്ങനെ നോക്കി. ഫുള്ളിങ്ങനെ മഞ്ഞിങ്ങനെ പൊടി പോലെ ഇങ്ങനെ നമ്മുടെയൊക്കെ മേത്തേക്ക് ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. പിന്നെ കൂടുതലൊന്നും ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. തെന്നി വീഴാൻ സാധ്യതയുണ്ട് ഈ മഞ്ഞായത് കൊണ്ടിട്ടേ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ പൊടി പോലെ ഇങ്ങനെ മഞ്ഞാണ്ട, ഇങ്ങനെ മഞ്ഞ് നല്ല രസമുണ്ടല്ലേ കാണാൻ. ശരിക്കും ഇങ്ങനെ മഞ്ഞുമഴ വേണ പോലെയാണ്, ഇങ്ങനെ ഒറിജിനൽ പോലെ നമുക്ക് തോന്നും. ഒറിജിനൽ തന്നെയാണ്, എങ്കിലും അത് അവർ ഉണ്ടാക്കിയെടുക്കണതാണല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടേക്ക് ഇങ്ങനെ നിന്നായിരുന്നേ. കുറേ ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്തായിരുന്നു. വേറെയും കുറേ ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ താമസിക്കുന്ന ആളുകളൊക്കെ ഇതേപോലെ അവിടെ വന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഇതൊക്കെ ഭയങ്കര ഒരു അതിശയമാണല്ലോ. ഈ ഒരു റിസോർട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയണത് തന്നെ ഇതാണ്. ഇതിങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ, കുറച്ചൊന്നുമല്ല. ഇങ്ങനെ വലിയൊരു മല മൊത്തത്തിൽ അവരിങ്ങനെ മഞ്ഞാക്കി മാറ്റണ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ മഞ്ഞൊക്കെ ഉള്ളപ്പോൾ പിന്നെ മഞ്ഞ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ മഞ്ഞ് വീഴുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇത് കണ്ടിട്ട് തന്നെയാണ് നമ്മളിവിടെ റിസോർട്ടിൽ വന്ന് താമസിച്ചതും. വലിയൊരു കാടിൻ്റെ നടുവിലായിട്ട് ഒരു റിസോർട്ട്. ആ റിസോർട്ടിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് എന്താ അല്ലേ, അടിപൊളി. തണുപ്പില്ലാത്ത സമയത്ത് തന്നെ അപ്പോൾ ഫുള്ളും പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പിള്ളേർക്ക് എത്ര മഞ്ഞ് കണ്ടാലും മതിയാവില്ല. ഇത് കണ്ടില്ലേ, മഞ്ഞൊക്കെ എടുത്ത് എറിയണേണ്. അപ്പം ഞാൻ ജസ്റ്റ് ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് ഇറങ്ങി അവിടെ വരെ താഴെ വരെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെയൊക്കെ ഇങ്ങനെ മഞ്ഞിങ്ങനെ വീണിങ്ങനെ കിടപ്പുണ്ട്. നമ്മൾ എത്ര കണ്ടാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാണല്ലോ. എത്ര കണ്ടാലും മതി വരാത്ത ഒന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു മഞ്ഞെന്ന് പറയണത്. പാത്തൂനും ബ്രാസിനും എത്ര കണ്ടിട്ട് മതിയാവണേ ഉണ്ടായിരുന്നില്ല, വിളിച്ചിട്ട് വരുന്നേ ഇല്ല. ഇത് കണ്ടില്ലേ, മഞ്ഞക്ക് ഇങ്ങനെ കോരി എടുത്ത് വലിച്ചെറിയുക, ഇതൊക്കെയാണ് പിള്ളേരുടെ മെയിൻ ഒരു ഇഷ്ടങ്ങൾ. പിന്നെ നമ്മളും കുറേ നേരം അവിടെയൊക്കെ നിന്ന് ഇതൊക്കെ കാണാനാണല്ലോ നമ്മൾ മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആകെ പേടിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ തെന്നി വീഴുമെന്നുള്ളൊരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ നേരം അവിടെയൊക്കെ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് അതിന് ശേഷമാണ് പിന്നെ നമ്മൾ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നത്. ഇത് ചെയ്യാൻ മാത്രമായിട്ട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ കാണാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓഫീസ് റൂമും കാര്യങ്ങളൊക്കെ ഇതിനോട് ചേർന്ന് തന്നെയാണ്. പിന്നെ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, കഫേകളും. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ റെസ്റ്റോറൻ്റ് ഒന്നുമല്ല, അല്ലാതെ വേറെയും ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ട്. അങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ അവിടെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വെഡ്ഡിങ് ഷൂട്ടുകളും ഒക്കെ ഇവിടെ നടക്കുന്ന ഒരു റിസോർട്ട് തന്നെയാണിത്. ഈ പോകുന്ന വഴികളിൽ ഇവിടെ ഈ റിസോർട്ടിൽ ഒരുപാട് ഈ ചുമന്ന കായകളുള്ള മരങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇങ്ങനെ ഇലയില്ല, ഒരു കായ മാത്രമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫുള്ള് ഈ റെസ്റ്റോറൻ്റാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ആരും അങ്ങനെ കാണാനൊന്നും കഴിയണില്ല. ഈ തണുപ്പായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ പുറത്തിരുന്ന് അങ്ങനെ ആരും ഫുഡ് കഴിക്കണമെന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ബെഡ്റൂമിൽ നിന്നിട്ടുള്ള ആ ഒരു ബാൽക്കണി വ്യൂ ഇല്ലേ, അതാണ് ഈ കാണുന്ന കാഴ്ച. അവിടെയാണെന്ന് നമ്മുടെ റൂം. ആ കാണുന്ന ബിൽഡിങ് കണ്ടില്ല, അതിലായിരുന്നു കേട്ടോ. ഏതോ ഒരു റൂമായിരുന്നു നമ്മുടെ. അതിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഇവിടെ തന്നെ അതേ ഇത് കണ്ടില്ല, ഒരു ലേക്കൊക്കെ ഉണ്ട്. നമ്മൾ ആ ലേക്കിൻ്റെ സൈഡിലൂടെ ഉള്ള റോട്ടിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം നമ്മളവിടെ അങ്ങനെ ഇരുന്നു, റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. തണുപ്പില്ലാത്തപ്പോൾ വരികയാണെങ്കിൽ കുറച്ചും കൂടി രസമായിരിക്കും. ഫുള്ളും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇപ്പോൾ അത് വേറൊരു വ്യൂ ആണ് ഉണ്ടായിരുന്നത്. എന്തായാലും നമ്മളിപ്പോൾ വന്ന സമയം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഞാനപ്പോൾ അതേ ജാക്കറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. തണുപ്പ് ആയതുകൊണ്ട് ജാക്കറ്റില്ലാതെ നിൽക്കാനേ പറ്റണുണ്ടായിരുന്നില്ല. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ജാക്കറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഇവിടെ എങ്ങും അടുത്ത് റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല.
ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഭയങ്കര ഒരു ഒറ്റപ്പെട്ട ഒരു ഭാഗം വരുന്നത്. കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കുറേ ഇങ്ങനെ വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ റെസ്റ്റോറൻറ്റിലും ഫുള്ള് ഈ ബർഗർ, പിസ്സ ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരെണ്ണത്തിൽ കയറാമെന്ന് വിചാരിച്ചു. നമ്മുടെ ടേസ്റ്റിലുള്ള ഫുഡൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെ കയറണം. പക്ഷെ ഇവിടെ ഒന്നും അടുത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റൊന്നുമില്ല. അപ്പോൾ പിന്നെ കിട്ടണത് കഴിക്കാമെന്നുള്ള രീതിയിലായി പിന്നെ നമ്മുടെ ഓട്ടം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതുവരെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ. നമ്മളങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചെന്ന പാടെ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് ആണ് കഴിച്ചത്. എനിക്ക് ചൂടുള്ളത് എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചാണ് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിള്ളേർ ഐസ് ടീ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ തണുപ്പത്ത് ഇതൊക്കെ എങ്ങനെയാണ് ഈ പിള്ളേർ കുടിക്കണേന്നാവോ. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇതിപ്പോൾ ഒരു ബ്രഞ്ചിൻ്റെ രൂപമായിട്ടുണ്ട്. ബർഗറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വിത്ത് ഫ്രൈസ്, പിന്നെ ഓണിയൻ റിങ്സ്. ഇവിടെ ഇതൊക്കെയാണ് കിട്ടുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഫുഡും ഇവിടെ ഇല്ല. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പാൻ കേക്കാണ് വിത്ത് ബുൾസൈ. പിന്നെ അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളത് അങ്ങനെ കഴിച്ചു. എന്തായാലും വേറെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ പിള്ളേരെന്തായാലും ഹാപ്പിയായി. പിള്ളേർക്ക് പിന്നെ ഇതൊക്കെയാണല്ലോ ഇഷ്ടം. നമുക്കാണ് ഇതൊക്കെ കഴിക്കാനായിട്ട് ഒരു മടിയൊക്കെ. പിന്നെ ഒരു കണക്കിന് അങ്ങനെ അതൊക്കെ ഒരു ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇവിടുത്തെ കണ്ടൊരു കാഴ്ചയാണ്, ഇവിടെ എല്ലാം ഇങ്ങനെ സർവീസ് ചെയ്യണവർ പ്രായമായിട്ടുള്ള ആളുകളാണ്. ആ നേരെ കാണുന്ന ഫാമിലീനെ ആയിട്ട് സംസാരിക്കണുണ്ടല്ലോ, ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മുമ്മ. അപ്പോൾ ആ അമ്മുമ്മയാണ് കേട്ടോ നമുക്കും ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഇത് കണ്ടില്ലേ ടേബിളൊക്കെ തുടക്കണത്, ഇതും ഒരു അമ്മുമ്മ തന്നെയാണ്. ഭയങ്കര പ്രായം ചെന്നവരാണ് കേട്ടോ ഇവിടെ വർക്ക് ചെയ്യണത്. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ പ്രായമായവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ വയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുക അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ അങ്ങനെയാണ് ഒരു കൾച്ചർ. അവർക്ക് സ്വന്തമായിട്ട് മരണം വരെയും അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുക, അതാണ് അവരുടെ ഒരു അഭിമാനമായിട്ട് അവർ കാണുന്നത്. മക്കളെ ആശ്രയിച്ച് ജീവിക്കൽ കുറവാണ് ഇവിടെ. അങ്ങനെയാണ് ഇവിടുത്തെ കൾച്ചർ. നമ്മുടെ നാട്ടിൽ നിന്നും എന്ത് വ്യത്യസ്തമാണല്ലേ ഇവിടത്തേക്ക് ഒരു കൾച്ചർ. പക്ഷേ ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നു അല്ലേ, അത്രയും പ്രായമായിട്ടും ജോലിക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അവർക്ക് ആരോഗ്യവുമുണ്ട്, അങ്ങനെ പെട്ടെന്ന് അസുഖവും കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ ഒരു പ്രായം ചെന്ന് കഴിഞ്ഞാൽ വയ്യ, ഇരിപ്പ് അല്ലെങ്കിൽ കിടപ്പ് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അവസ്ഥ. എന്തായാലും ഓരോരോ കാഴ്ചകൾ. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് കാഴ്ചകളൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റി. നമ്മൾ ഉൾവഴികളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പെൻസിൽ വാലി ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കുമല്ലോ. പോകുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സിറ്റികളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ എത്തിപ്പെട്ടേക്കുന്നത് ഹാരിസ്ബർഗ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ്. ഇതാണ് പെൻസിൽ വാലിയിലെ ക്യാപിറ്റൽ. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല കേട്ടോ ഇത് ഏതാണ് സ്ഥലമെന്ന്. പിന്നെയാണ് നോക്കിയപ്പോഴാണ് പിടികിട്ടിയത്. കാരണം ഇത് എന്തോരം വലിയ ബിൽഡിങ്ങുകളൊക്കെയാണെന്ന് അറിഞ്ഞാൽ. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിള്ളേരൊന്നും ഇറങ്ങിയില്ല കേട്ടോ, കാരണം എന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. അപ്പോൾ ഇറങ്ങാൻ കാരണം എന്താ വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇത് കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എന്ത് അടിപൊളി കാഴ്ചയാണെന്ന് അറിഞ്ഞാൽ. അപ്പോൾ ഞാനത് എന്താണ് സംഗതി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. ഇതാണ് പെൻസിൽവാലയിലെ സ്റ്റേറ്റ് ക്യാപിറ്റൽ. ഇതിൻ്റെ ആ ഒരു ശില്പകലയും ആകൃതിയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ക്യാപിറ്റലായിട്ട് ഇതിനെ അറിയപ്പെടുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നിയമസഭയും അതുപോലെ തന്നെ ഗവർണറുടെ ഓഫീസ്, പിന്നെ അങ്ങനത്തെ ഒരുപാട് ഓഫീസുകളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് അതിൻ്റെ അകത്ത് കയറി കാണാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഇന്നിപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇത് ക്ലോസ് ആണെന്നാണ് തോന്നണം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ കയറി കാണാമായിരുന്നു. തണുപ്പാണെങ്കിലും ഇങ്ങനെ കാഴ്ചകളൊക്കെ വഴിയരികിൽ കാണുമ്പോൾ എങ്ങനെ വണ്ടി നിർത്തി ഇതൊക്കെ പകർത്താതിരിക്കും. പുതിയ പുതിയ കാഴ്ചകൾ കാണാനും അതൊക്കെ വീഡിയോയിൽ പകർത്താനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത്ര തണുപ്പാണെങ്കിലും ഞാൻ ഇറങ്ങി ഇതൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നത്. പിള്ളേരൊക്കെ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. അവർക്കൊക്കെ ഇതൊന്നും കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഒന്നാമത്തെ ഈ തണുപ്പ് തന്നെയാണ് കാരണം. തണുപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം കാഴ്ചകളൊക്കെ എത്ര ഭംഗിയാണെങ്കിലും എല്ലാവർക്കും അതൊന്നും ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേങ്കിൽ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണ് വീഡിയോയും എടുക്കുകയും ചെയ്യുക, എനിക്കും കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഹാരിസ്ബർഗ് എന്ന് പറയുന്നത് നല്ല അടിപൊളി സിറ്റി ആയിട്ടാണോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നണത്. എന്തായാലും നമ്മൾ കൂടുതലായിട്ട് ഇവിടെ അങ്ങനെ നിൽക്കണില്ല. പോകുന്ന വഴിയിൽ കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ്.
പോകുന്ന വഴിയിൽ നമ്മളിപ്പോൾ കൂടുതലായിട്ട് കണ്ടത് ഇതുമാതിരത്തെ കുറേ ടിൻ ഹൗസുകളൊക്കെയാണ്. ടിൻ ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു 2 വീട് ഒരുമിച്ച് ഒരു ബിൽഡിംഗ് ആയിട്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വീടുകൾ അമേരിക്കയിൽ ഇഷ്ടമാതിരി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലും അത്തരം വീടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ ഉൾവഴിയാക്കി എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാഴ്ചകളൊക്കെ കണ്ട് പോകാമല്ലോ. ഹൈവേ ആണെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും കേട്ടോ. നമുക്ക് യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പിന്നെ ആകെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ റെസ്റ്റ് ഏരിയാസുകളൊക്കെ കിട്ടുമെന്ന് മാത്രം. പക്ഷേ ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടു പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും യാത്ര മടുക്കില്ല. ഒരുപാട് കുഞ്ഞു കുഞ്ഞു വീടുകളും അതുപോലെ തന്നെ ടൗണുകളൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര വിജനമായ ഒരു കാട്ടിലൂടെ ആയിരിക്കും യാത്ര. ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. എന്തായാലും ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു, ഒട്ടും ബോറിംഗ് അല്ലായിരുന്നു. ഈ കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും എനിക്ക് ഇത്തരം കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഈ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തണത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. നമ്മളങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അവസാനം ലഞ്ചും ഡിന്നറും ഒക്കെ കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചത്. ചെറിയൊരു ടൗണ് പോലത്തെ ഒരു സ്ഥലം കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒരുപാട് ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരു ഫുഡ് ഒന്നല്ല 2 ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു സാലഡാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ വെജിറ്റബിളും ചിക്കനും ഒക്കെ കൂടി ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ബൗളാണിത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മളൊരു ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നോർമൽ ടേസ്റ്റ് ആയിരുന്നു. ഷവർമയൊക്കെ നമ്മുടെ ആ ഒരു നാട്ടിലെ ഷവർമയുടെ ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ തന്നെയായിരുന്നു. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുള്ളും പാർസലാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. നമ്മൾ പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനിയിപ്പോൾ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇനി എപ്പോൾ എത്താൻ ആ പാർസലൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു സാലഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ വെജിറ്റബിളും ചിക്കനും അതുപോലെ തന്നെ റൈസും ഉണ്ടായിരുന്നേ. ഞാൻ റൈസിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറൊക്കെ ഫുള്ള് നിറയും കേട്ടോ. അതുപോലത്തെ ഒരു ഡിഷായിരുന്നത്. നമ്മളങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം തിരക്കുള്ളൊരു സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റിസോർട്ടിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും പിന്നെ വഴിയിൽ കണ്ട കാഴ്ചയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അമേരിക്കയിലെ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.